എം.ജി. ശ്രീകുമാറും ലേഖ ശ്രീകുമാറും മലയാളത്തിൽ ഒരുപാട് ചർച്ചാ വിഷയങ്ങൾക്ക് ഇടയായിട്ടുള്ള സെലിബ്രിറ്റികളാണ്. ഇരുവരും വിവാഹിതരാകാതെ ഏറെക്കാലം ലിവിങ് ടുഗദർ ജീവിതം ആഘോഷിച്ചു. പിന്നീട് ഇരുവരും വിവാഹിതരായതും ഇരുവരുടെയും വിശ്വാസ പ്രമാണങ്ങളിൽ മാറ്റം വന്നതും ഒക്കെ കേരളം കണ്ടു. ഇരുവരും പെന്തക്കോസ്ത് വിശ്വാസികളായി മാറി എന്നുള്ള വാർത്ത പ്രചരിച്ചു. ശ്രീകുമാറും ലേഖയും തമ്മിലുള്ള പ്രണയം എഴുതി മതിയായ ഒരു പത്രപ്രവർത്തകനാണ് ഞാൻ. ഇരുവരും തമ്മിലുള്ള പ്രണയത്തിന് ഒരുപാട് അന്തരാർത്ഥങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ഞാൻ. എം.ജി. ശ്രീകുമാറിനെ പ്രണയിക്കുന്നതിന് മുമ്പ് ലേഖയ്ക്ക് ഒരു ദാമ്പത്യമുണ്ടായിരുന്നു. ലേഖയുടെ ഭർത്താവ് പ്രവാസിയായിരുന്നു. അതിൽ ലേഖയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടികളെയും ഭർത്താവിനെയും പുല്ല് പോലെ വലിച്ചെറിഞ്ഞാണ് ലേഖ എം.ജി. ശ്രീകുമാറിൻ്റെ പ്രിയതമയായി മാറിയത്. ലേഖ എം.ജി. ശ്രീകുമാർ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ എം.ജി. രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എം.ജി. രാധാകൃഷ്ണൻ അടക്കമുള്ളവർ അതിനെ എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠത്തി ഓമനക്കുട്ടി അടക്കമുള്ളവർ അതിനെ എതിർത്തിരുന്നു. അത് പരമാർത്ഥം. കുടുംബത്തിൽ തന്നെ അന്തഛിദ്രമുണ്ടാക്കി ലേഖ ശ്രീകുമാർ. ലേഖ ശ്രീകുമാർ എന്ന് പറയുന്നതിനും അപ്പുറം ലേഖ എന്ന് പറയാം. എം.ജി. ശ്രീകുമാറിൻ്റെ സംഗീത കുടുംബത്തിൽ അന്തഛിദ്രമുണ്ടാക്കിയത് ലേഖയാണ്. എം.ജി. രാധാകൃഷ്ണൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അന്തിമ ആചാരം അർപ്പിക്കാൻ എം.ജി. ശ്രീകുമാർ എത്താത്തത് വലിയ വാർത്തയായിരുന്നു. അതിനെ പല വിധത്തിൽ സോൾവ് ചെയ്യാൻ ഇപ്പോൾ എം.ജി. ശ്രീകുമാർ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നു. താൻ വിദേശത്ത് ഒരു പരിപാടിയിലായിരുന്നു. ആ പരിപാടി റദ്ദ് ചെയ്തുകൊണ്ട് തനിക്കെത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ആരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. എം.ജി. ശ്രീകുമാർ എം.ജി. രാധാകൃഷ്ണനോട് വലിയ കടപ്പാടൊന്നും കാണിക്കേണ്ട വ്യക്തിയുമല്ല. കാരണം സ്വന്തം കഴിവുകൊണ്ടാണ് എം.ജി. ശ്രീകുമാർ മുന്നിലേക്ക് പോയത്. സ്വന്തം കഴിവുകൊണ്ടാണ് എം.ജി. ശ്രീകുമാർ ഗാന സാമ്രാജ്യം, മലയാള സിനിമയിലെ ഗാന സാമ്രാജ്യം പിടിച്ചടക്കിയത്. അതുകൊണ്ട് ആ യാത്രയിൽ എം.ജി. ശ്രീകുമാറിൻ്റെ യാത്രയിൽ എം.ജി. രാധാകൃഷ്ണൻ വലിയ പങ്കൊന്നും വഹിച്ചിട്ടില്ല. എം.ജി. ശ്രീകുമാറിൻ്റെ യാത്രയിൽ, മുന്നോട്ടുള്ള യാത്രയിൽ വലിയ പങ്ക് വഹിച്ചത് ചുനക്കര രാമൻകുട്ടിയാണ്. അത് എം.ജി. ശ്രീകുമാർ ഇപ്പോൾ പറയുന്നില്ലെങ്കിലും സിനിമാ കേരളയ്ക്ക് അതറിയാം. എന്തായാലും പിന്നീട് എം.ജി. ശ്രീകുമാർ ലേഖയെ വിവാഹം കഴിക്കാതെ ലേഖയുമൊത്ത് ഒരുമിച്ച് താമസിക്കുന്നു. ലേഖയുടെ ഭർത്താവും കുട്ടികളും ഒക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നു. ഇപ്പോൾ വീണ്ടും എം.ജി. ശ്രീകുമാർ യൂട്യൂബ് ചാനലുകളിൽ കൊടുത്ത അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധേയനായി മാറിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, എം.ജി. രാധാകൃഷ്ണനെ കാണാൻ ഞാൻ വരാത്തത് അദ്ദേഹത്തോട് പിണക്കം ഉണ്ടായിട്ടൊന്നുമല്ല, അന്നത്തെ സാഹചര്യം അതായിരുന്നു. എന്ത് സാഹചര്യം എം.ജി. ശ്രീകുമാറെ? സ്വന്തം ചേട്ടൻ്റെ ഡെഡ് ബോഡിക്ക് അന്തിമ ആചാരം അർപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് എന്താണ്? ലേഖ ശ്രീകുമാറും ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ ആദ്യത്തെ ഭർത്താവിനെയും കുട്ടികളെയും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ലേഖയെ? ചോദിക്കുന്നത് സിനിമാ കേരളയാണ്. സിനിമാ കേരളയുടെ ചോദ്യങ്ങൾ മുറിവിൽ മുളകരച്ച് പുരട്ടിയതുപോലെയാണെന്ന് ആലോചിക്കണം.